ഇപ്പോൾ ഒരാൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു എത്തിയ സമയത്ത് ആ ബിസിനസ് നഷ്ടത്തിലായി. ആ വ്യക്തി വീണ്ടും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം? ഒരു ബിസിനസ് തുടങ്ങിയ വ്യക്തി താഴ്ചയിലേക്ക് പോയി. ഞാൻ അങ്ങനെ പോയിട്ടുള്ള ആളാണ്. എനിക്ക് 1 കോടി രൂപയോളം ബാധ്യത വന്നിട്ടുള്ള ആളാണ്. പക്ഷേ അവിടെ ആ ബാധ്യതയിലേക്ക് എത്തിയ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനമായിരിക്കും ഒരു ഘട്ടത്തിൽ താഴ്ത്തോട്ടേക്ക് പോകുന്നത്. അത് പോയതിൻ്റെ പല റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾക്ക് അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല നമ്മൾ ആ ബിസിനസ്സിനെ റൺ ചെയ്തിട്ടുണ്ടാകുക. അഗെയിൻ ആ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച്, പണം വരുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ പേടി വന്നിട്ടുണ്ടാകും. അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് ഈ പണം ഇനി പോവോ, പണം പോവോ. എനിക്കുണ്ടായിട്ടുള്ളതാണ്. അതിനർത്ഥം ഞാൻ അവിടെ എന്നെ പേഴ്സണലി എംപവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല, അടുത്ത തലത്തിലേക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല എൻ്റെ മനസ്സിനെ. ഇതാണ് എന്നെ അടുത്ത ഒരു വലിയ പതനത്തിലേക്ക് എത്തിച്ചത്. ഓഫ്കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഈഗോ, അഹങ്കാരം, ഇതൊക്കെ നമുക്ക് കൂടുന്നുണ്ടാവും. സോ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ബിസിനസ്സിൽ ഫെയിലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അത്രമാത്രം ലേണിങ്സ് കിട്ടിയിട്ടുണ്ടാകും. ഞാൻ എൻ്റെ ബിസിനസ് ഫെയിലിയർ ആയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഞാൻ സിസ്റ്റമാറ്റിക്കലി അല്ല എൻ്റെ ബിസിനസ്സിനെ റൺ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. എൻ്റെ കയ്യിൽ നിന്നും പണം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, ഒരാൾ എടുത്തു കൊണ്ടുപോയതിനെ കൊണ്ടാണ് എൻ്റെ ഫെയിലിയറിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ആ ബിസിനസ്സിൽ. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടു. പുതിയ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ആ പറയുന്ന സിസ്റ്റം ഡ്രിവൺ ആക്കാത്ത ബിസിനസ്സിനെ ഞാൻ സിസ്റ്റം ഡ്രിവൺ ആക്കി എൻ്റെ ബിസിനസ്സിനെ കൊണ്ടുവന്നു. എൻ്റെ ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ അതിനെ സിസ്റ്റം ഡ്രിവൺ ആക്കി. ഓക്കെ, സോ വീണ് കഴിഞ്ഞാൽ എണീറ്റ് ഓടുന്ന സമയത്ത് വീണെടുത്ത് എന്തൊക്കെ പാളിച്ചകൾ പറ്റി അതൊക്കെ നമ്മളുടെ പഠനങ്ങളാണ്. അതിനെ തിരുത്തി മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നമ്മളുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മളെ മൈൻഡ് സെറ്റിലാണെന്നുണ്ടെങ്കിലും നമ്മൾ തിരുത്തി മുന്നോട്ടേക്ക് പഠിച്ച് മുന്നേറാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സക്സസ്ഫുൾ ആവാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും.